നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ? ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഹോർമോണുകൾ എന്ന് കേട്ടിട്ടില്ലേ? അവരാണ് ഈ മെസ്സഞ്ചർമാർ. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ ആയുർവേദം ഈ ഹോർമോണുകളെ എങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്താം എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കതിലേക്കൊന്ന് കടന്നു ചെല്ലാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാ നമുക്ക് ചില ദിവസം ഭയങ്കര സന്തോഷം തോന്നുന്നത്, ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ ഭയങ്കര ടെൻഷനും, അല്ലെങ്കിൽ രാത്രിയിലെ നമ്മുടെ ഉറക്കം, രാവിലത്തെ എനർജി, ഇതിന്റെയൊക്കെ കൺട്രോൾ ആരുടെ കയ്യിലാണെന്ന്? ഇതിന്റെ എല്ലാം ഉത്തരം നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയുണ്ട്. അപ്പോ ഈ ഹോർമോണുകളെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിലെ കെമിക്കൽ മെസ്സഞ്ചേഴ്സാണ്. നമ്മുടെ മൂഡ് മുതൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇവരുടെ ഒരു കൈയുണ്ട്. ഇവരുടെ ബാലൻസ് തെറ്റിയാൽ നമ്മുടെ മൊത്തം സിസ്റ്റവും താളം തെറ്റും. അപ്പോൾ ഈ ഒരു വിശകലനത്തിൽ നമ്മളാദ്യം ഹോർമോണുകൾ എന്താണെന്ന് നോക്കും. പിന്നെ സ്ട്രെസ്സും മാനസികാരോഗ്യവുമായിട്ടുള്ള അതിന്റെ ബന്ധം, അതുപോലെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇതിലൊക്കെ ആയുർവേദത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. എന്താണ് ഈ സന്തുലിതാവസ്ഥ അഥവാ ബാലൻസ് എന്ന് പറയുന്നത്, അല്ലേ? അതാദ്യം മനസ്സിലാക്കാം. ഇപ്പോൾ മോഡേൺ സയൻസിൽ ഇതിനൊരു പേരുണ്ട്, ഹോമിയോസ്റ്റാസിസ്. സംഭവം സിമ്പിളാണ്. പുറത്ത് നല്ല ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ, ബ്ലഡ് പ്രഷർ, ഷുഗർ ലെവലൊക്കെ ഒരുപോലെ നിർത്താൻ ശരീരം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു സ്റ്റേബിൾ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യം. ഇനി ഇവിടെയാണ് ഒരു രസകരമായ കാര്യം. മോഡേൺ സയൻസ് ഹോമിയോസ്റ്റാസിസ് എന്നു പറയുന്നതും ആയുർവേദം ത്രിദോഷ സന്തുലിതാവസ്ഥ എന്നു പറയുന്നതും ശരിക്കും ഒരേ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ വാദം, പിത്തം, കഫം എന്നൊക്കെയുള്ള എനർജികളെ ബാലൻസ് ചെയ്ത് നിർത്തുക. പേരുകൾ രണ്ടാണെങ്കിലും ലക്ഷ്യം ഒന്നു തന്നെ, ശരീരത്തിന്റെ പെർഫെക്റ്റ് ബാലൻസ്. അപ്പോ ഈ ബാലൻസിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ മാനസിക ആരോഗ്യത്തിലേക്ക് വരാം. നമ്മുടെ മൂഡിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണുകളെക്കുറിച്ചും ആയുർവേദം ഇതിനെ എങ്ങനെയാണ് കാണുന്നതെന്നും നോക്കാം. നമ്മൾക്ക് ടെൻഷൻ വരുമ്പോൾ നമ്മുടെ ശരീരം കോർട്ടിസോൾ, അഡ്രിനലിൻ എന്നൊക്കെ പറയുന്ന ഹോർമോണുകൾ ഉണ്ടാക്കും. ഇതൊരു പരിധിയിൽ കൂടിയാൽ പ്രശ്നമാണ്. അപ്പോ ഇവിടെയാണ് അശ്വഗന്ധയുടെ റോള്. അശ്വഗന്ധ ഒരു അഡാപ്റ്റോജനാണ്. അതായത് ശരീരത്തിന് ഈ സ്ട്രെസ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു സഹായം കൊടുക്കും. കോർട്ടിസോളിന്റെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും. ഇനി നമ്മുടെ സന്തോഷത്തിന്റെ കാര്യം എടുത്താലോ? ഹാപ്പി ഹോർമോൺ എന്നറിയപ്പെടുന്ന ഡോപ്പമീൻ ഇല്ലേ? ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ആയുർവേദത്തിൽ നായ്ക്കുരണ അഥവാ കബികച്ചു ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു നല്ല ഫീൽ തരുന്ന സെററ്റോണിനു വേണ്ടി ബ്രഹ്മി, ശംഖുപുഷ്പി പോലുള്ള ഔഷധങ്ങളുമുണ്ട്. നല്ല ഉറക്കം കിട്ടുന്നില്ലേ? അതിന് കാരണം മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ കുറവായിരിക്കാം. അതുപോലെ നമ്മുടെ ശരീരത്തിന് വേദനയൊക്കെ കുറയ്ക്കാൻ സ്വന്തമായിട്ടൊരു വേദന സംഹാരിയുണ്ട്. അതാണ് എൻഡോർഫിൻ. ബ്രഹ്മി, ജടാമാഞ്ചി പോലുള്ള ഔഷധങ്ങള് മനസ്സിനെ ശാന്തമാക്കി നല്ല ഉറക്കം തരാനും ഈ എൻഡോർഫിൻസിനെ ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കും. മാനസികാരോഗ്യത്തിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു. ഇനി നമ്മുടെ ശരീരത്തിന്റെ വളർച്ച, എനർജി, ദഹനം, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളെപ്പറ്റി നോക്കാം. ഇപ്പോ ഓക്സിറ്റോസിനെ ലവ് ഹോർമോൺ എന്നല്ലേ പറയാറ്. അതുപോലെ അമ്മമാർക്ക് പാൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന പ്രോലാക്റ്റിൻ. ഈ രണ്ട് കാര്യങ്ങളിലും ശതാവരിക്ക് വലിയൊരു പങ്കുണ്ട്. ശരീരവളർച്ചയെ സഹായിക്കുന്ന ഹോർമോണുകളെ സപ്പോർട്ട് ചെയ്യാൻ ശിലാജിത്തും കുറുന്തോട്ടിയുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് വിശക്കുന്നതും വയറ് നിറഞ്ഞെന്ന് തോന്നുന്നതുമൊക്കെ ഹോർമോണുകളുടെ കളിയാണ്. വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഗ്രിലിൻ, പിന്നെ ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രിക്കുന്ന ഇൻസുലിൻ, ഇവയുടെ ബാലൻസ് വളരെ പ്രധാനമാണ്. ത്രിഫലയും ഇഞ്ചിയും നമ്മുടെ ദഹനത്തെ സഹായിച്ച് വിശപ്പിനെ ക്രമപ്പെടുത്തും. അതുപോലെ ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാൻ ചക്കരക്കൊല്ലി, നെല്ലിക്ക, മഞ്ഞൾ പോലുള്ളവ പാൻക്രിയാസിനെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കറക്റ്റായി നിലനിർത്തുന്നത് ADH എന്ന ഹോർമോണാണ്. ഇവിടെ ഞെരിഞ്ഞിൽ, തഴുതാമ പോലുള്ളവ സഹായിക്കും. ഇനി എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽസ്യം വേണമല്ലോ. ഈ കാൽസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന പാരാതൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യാൻ ചങ്ങലം വരണ്ട നല്ലതാണ്. ഇതുവരെ നമ്മൾ ഓരോ ഹോർമോണുകളെയും ഔഷധങ്ങളെയും പറ്റി സംസാരിച്ചു. പക്ഷേ ആയുർവേദം എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ വലുതാണ്. അതിന്റെ അടിസ്ഥാന തത്വത്തിലേക്ക് നമുക്ക് വരാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ആയുർവേദം ഒരിക്കലും ഒരു ഹോർമോണിനെ കൃത്രിമമായി കൂട്ടാനോ കുറയ്ക്കാനോ ശ്രമിക്കുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? ശരീരത്തിന് അതിന്റെ തകരാറ് സ്വയം പരിഹരിക്കാനുള്ള ഒരു ശക്തി കൊടുക്കുകയാണ്.
ആ ഒരു സ്വാഭാവിക ബാലൻസിലേക്ക്, ആ ഹോമിയോസ്റ്റാസിസിലേക്ക് ശരീരത്തെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു റീപ്ലേസ്മെന്റ് അല്ല, റെഗുലേഷനാണ്. ഈ ഒരു വാക്യം മാത്രം മതി ആയുർവേദത്തിന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കലാണ് ആയുർവേദ മതം. അതായത് അസുഖം വരാനുള്ള സാഹചര്യം ഒഴിവാക്കുക. പ്രിവെൻഷനാണ് ഏറ്റവും വലിയ ചികിത്സ. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ മരുന്നുകളൊക്കെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ശരിക്കുള്ള ഹോർമോൺ ബാലൻസിന് കൃത്യമായ ഒരു ദിനചര്യ, യോഗയും മെഡിറ്റേഷനും, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നല്ല ഭക്ഷണം, ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് പൂർണ്ണമായ ആരോഗ്യം കിട്ടുന്നത്. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തല്ലോ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ശരീരം ശരിക്കും അതിന്റെ ആ ഒരു പെർഫെക്റ്റ് ബാലൻസിലാണോ? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്.